മനുഷ്യന്റെ അറിവിന്റെ അടിസ്ഥാനം വായനയാണെന്ന എ. പ്രഭാകരൻ എം.എൽ.എ. ജില്ലാതല വായനാ പക്ഷാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. വായനാ ദിനത്തോടനുബന്ധിച്ച ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ പുതുപ്പെരിയാരം മധുരം ഗായതിയിലാണ് ജില്ലാതല വായനാ പക്ഷാചരണ പരിപാടി നടന്നത്. ഇതോടനുബന്ധിച്ച പാലക്കാടൻ സാഹിത്യത്തിന്റെ ചരിത്രം പ്രതിഫലിപ്പിക്കുന്ന 1000-ലേറെ പുസ്തകങ്ങളുടെ പ്രദർശനവും OV വിജയൻ സ്മാരക സമിതി അംഗം രാജേഷ് മേനോന്റെ ഉടമസ്ഥതയിലുള്ള പുതുപ്പെരിയാരത്തെ മധുരം ഗായതി പുസ്തകശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ കൂട്ടിയോജിപ്പിച്ചാണ് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നും പ്രദർശനത്തിൽ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം പാലക്കാടിന്റെ സംസ്കൃതിയും ഗ്രാമീണ ഭംഗിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും MLA അഭിപ്രായപ്പെട്ടു. ഇത് വളരുന്ന തലമുറയ്ക്ക് നമുക്കൊരു പുതിയ ഒരു അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ ഈ വായനയെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും സന്നദ്ധമാകണം എന്ന് മാത്രമാണ് ഈ വായനാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിനുള്ള രാജേഷ് മേനോൻ ഞാനും കൂടി പല പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ വായിച്ചിരിക്കുന്നത്. ഞാനത് അവിടെ വെച്ചിട്ടാണ് വൈശാഖ മാഷത്തിനെ ഒരു അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിൽ ഞങ്ങൾ രണ്ടാം കൂടി പോയപ്പോൾ ഈ രാജേഷ് മേനോൻ ഇത്രയൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്ക് അപ്പോഴാണ് പറയണം. ഒരു പുസ്തകമല്ല കോട്ട് ചെയ്തത്, ഇന്നാൾ എഴുതിയ ഇന്ന പുസ്തകം അതിൽ ഇന്നതിൽ പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ ചരിത്രവും ഭാവിയും അറിയാൻ വായന പ്രധാനമാണ്. വായനയിലൂടെ നമ്മുടെ ജീവിതാനുഭവങ്ങളും കോർത്തിണക്കി മുന്നോട്ടു പോകണം. സമൂഹത്തിൽ സംഭാവന ചെയ്യാവുന്ന തരത്തിലേക്ക് നമ്മുടെ അറിവും വായനയും വളർത്തണമെന്നും MLA കൂട്ടിച്ചേർത്തു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബിജോയ് അധ്യക്ഷനായി. ജൂലൈ 7 വരെ തിരഞ്ഞെടുക്കപ്പെടുന്ന ദിവസങ്ങളിലാണ് പാലക്കാടൻ തനിമ പ്രതിഫലിക്കുന്ന പുസ്തകങ്ങളുടെ പ്രദർശനം നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രദർശനം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മധുരം ഗായതിയിലെത്തി പുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. വിൽപ്പനയുണ്ടായിരിക്കുന്നതല്ല, പ്രവേശനം സൗജന്യമാണ്. UTV ന്യൂസ്, പാലക്കാട്.